അസ്സലാമു അലൈക്കും. ഹായ് സ്റ്റുഡൻസ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മളിതിന് മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു പഠിച്ചത്? നമ്മളൊരു സ്റ്റോറി പഠിച്ചു അല്ലേ? ഒരു സ്റ്റോറി പകുതി വരെ നമ്മൾ പഠിച്ചു നിർത്തി. എന്തായിരുന്നു സ്റ്റോറിയുടെ പേര്? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു സ്റ്റോറിയുടെ പേര്? ക്യാ ഹേ? ഗോനു ഛാക്കി ചതുരായി. ഗോനു ഛാക്കി ചതുരായി, ശരിയല്ലേ? എന്നുവെച്ചാൽ എന്താ അർത്ഥം പറഞ്ഞത്? ഗോനു ഛായുടെ മിടുക്ക്, അല്ലെങ്കിൽ ഗോനു ഛായുടെ തന്ത്രം, അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ആ സ്റ്റോറിയുടെ പേരെന്താണ്? ഗോനു ഛാക്കി ചതുരായി. അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ആ സ്റ്റോറിയുടെ ഏകദേശം പകുതി നമ്മൾ പഠിച്ചു. അതിൻ്റെ കഥ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് അതിന് കുറച്ചുകൂടിയുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ ആദ്യത്തെ കഥ പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടോ? അപ്പോൾ നമുക്കൊന്നും കൂടെ മിസ് വായിക്കാം കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പെൻസിൽ എടുത്ത് വെക്കുക. അപ്പം നമുക്ക് വായിക്കാം. मिथिला के नरेश अपनी मित्रता के लिए बहुत मशहूर थे. उनका एक मित्र परदेश से आया था. नरेश उन्हें अपने अतिथि कक्ष में ले गए. उन्होंने अपने मित्र का खूब स्वागत किया. अचानक मित्र की नज़र दीवार पर लगे चित्र पर गई. चित्र खरबूजे का था. नरेश के मित्र ने कहा, कितने सुंदर खरबूजे हैं. वर्षों से खरबूजे खाने को तो क्या, देखने को भी नहीं मिले. अगले दिन नरेश के मित्र ने यही बात दरबार में दोहरा दी. मिथिला नरेश ने दरबारियों की तरफ देखकर कहा, क्या अतिथि की ये मामूली सी इच्छा भी पूरी नहीं की जा सकती है? सारे दरबारी और मंत्री खरबूजे की खोज में लग गए. उन्होंने बाजार का कोना कोना छान मारा. दरबारी और मंत्री गांवों में भी जा पहुँचे. गांव वाले भी उनकी बात सुनकर हंसने लगे कि इस सर्दी के मौसम में खरबूजे कहाँ से मिलेंगे. जब सब थक गए तब एक दरबारी ने व्यंग्य से कहा, महाराज, अतिथि की इच्छा गोनूचा ही पूरी कर सकता है. मिथिला नरेश ने गोनूचा की तरफ देखा और मित्र की इच्छा पूरी करने की बात कही. नरेश की आज्ञा मानते हुए गोनूचा ने कुछ समय मांगा और कुछ सोचते हुए दरबार से चले गए. അപ്പോൾ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളത്തിൽ ഞാനൊന്ന് ചുരുക്കി പറയാം. അപ്പോൾ മിഥിലയിലെ രാജാവ് സൗഹൃദം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു. സുഹൃത്തുക്കളെ അദ്ദേഹം നല്ലപോലെ സൽക്കരിക്കുമായിരുന്നു. അപ്പോൾ ദൂരദേശത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് രാജകൊട്ടാരത്തിൽ വരികയും രാജാവ് അദ്ദേഹത്തെ നല്ലതുപോലെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ അതിഥികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള മുറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് നമ്മുടെ മഹാരാജാവിൻ്റെ സുഹൃത്ത് ഒരു ചിത്രം കാണുകയും ആ ചിത്രം അദ്ദേഹം വളരെയധികം അതിനെക്കുറിച്ച് വർണ്ണിക്കുകയും ചെയ്തു. അത് ഒരു മസ്ക് മെലൺ, ഒരു തർബൂജ, അതൊരു ഫ്രൂട്ടാണ്, ഒരു പഴം, തണ്ണിമത്തൻ പോലിരിക്കുന്ന ഒരു പഴമാണ് മസ്ക് മെലൺ. അപ്പോൾ ആ ചിത്രത്തെ വളരെയധികം എന്ത് ചെയ്തു? വർണ്ണിച്ചു. ഇത് വളരെ മനോഹരമായിട്ടുണ്ടല്ലോ ഈ ചിത്രം. ഈ മസ്ക് മെലൺ ഇപ്പോൾ കഴിച്ചിട്ട് തന്നെ ഒരുപാട് നാളായി, കാണാൻ കൂടി ഇത് കിട്ടുന്നില്ല. കഴിച്ചിട്ട് ഒരുപാട് നാളായി, പിന്നല്ലേ ഇത് കാണാൻ കൂടി കിട്ടുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ മിത്രത്തിൻ്റെ ഈ ഒരു പറച്ചിൽ, അല്ലെങ്കിൽ ആ ഒരു പറച്ചിൽ രാജാവിന് വളരെയധികം വിഷമമാവുകയും രാജാവ് കൽപ്പിക്കുകയും ചെയ്തു, എൻ്റെ സുഹൃത്തിന് മസ്ക് മെലൺ കാണണം, അദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് അത് എവിടെ ഉണ്ടെങ്കിലും, ഈ രാജ്യത്ത് എവിടെ ഉണ്ടെങ്കിലും നിങ്ങളത് അന്വേഷിച്ച് കൊണ്ടുപോയി എനിക്ക് തരണം എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ട് രാജാവിൻ്റെ കൽപ്പന മന്ത്രിമാരും ദർബാരികളും എല്ലാവരും അതേപടി സ്വീകരിക്കുകയും എല്ലാവരും മാർക്കറ്റ്, ചന്തയിലും മറ്റും ഗ്രാമങ്ങളിലും എല്ലാം ഖർബൂജയുടെ അന്വേഷണത്തിനായി പുറപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ എങ്ങും തന്നെ ഈ ഖർബൂജ കിട്ടുന്നില്ല. അപ്പോൾ ഗ്രാമവാസികൾ പറയുന്നു, ഈ തണുപ്പുള്ള സമയത്ത് എവിടെയാണ് ഈ ഖർബൂജ കിട്ടുന്നത് എന്ന് പറഞ്ഞ് ഈ മന്ത്രിമാരെയും ദർബാരികളെയും എല്ലാം അവിടെയുള്ള ഗ്രാമവാസികൾ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ദർബാരികളിൽ ഒരാൾ പറയുന്നു,
ദർബാരികൾ എന്ന് വെച്ചാൽ സദസ്യർ, അതായത് രാജകൊട്ടാരത്തിലെ സദസ്യർ. ആ സദസ്യരിൽ ഒരാൾ പറയുന്നു, ഗോനൂഛാവിന് മാത്രമേ അങ്ങയുടെ ഈ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ രാജാവ് ഗോനൂഛായുടെ നേരെ നോക്കുകയും, ഗോനൂഛാ എന്ന് പറയുന്നത് ഈ അദ്ദേഹത്തിൻ്റെ സദസ്സിലെ ഒരു അംഗമാണ്, ആ സദസ്സിലെ ഒരു അംഗമാണ്, അദ്ദേഹത്തെ നോക്കുകയും അപ്പോൾ ഗോനൂഛാ പറയുന്നു, ഞാൻ അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരാം, പക്ഷേ എനിക്ക് കുറച്ച് സമയം തരണം. അപ്പോൾ ഗോനൂഛാ എന്തോ ആലോചിച്ചുകൊണ്ട്, എന്തോ ചിന്തിച്ചുകൊണ്ട് രാജസദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, വായിക്കാം. അപ്പോൾ ആദ്യം ഞാൻ വായിക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. 2-3 दिन बीतने पर भी गोनूछा दरबार में नहीं आए. एक मंत्री ने हंसते हुए कहा, कहीं गोनूछा डरकर राज्य छोड़कर तो नहीं चला गया. एक दिन सुबह के समय मिथिला नरेश अपने मित्र के साथ बाग में टहल रहे थे. तब गोनूछा कई सेवकों के साथ पहुँचे. सबने मिथिला नरेश को प्रणाम किया. सेवकों ने एक टोकरी ज़मीन पर रख दी. उसमें खरबूजे थे. यह देखकर मिथिला नरेश खुश हो उठे. नरेश के मित्र ने कहा, आज वर्षों बाद इतने अच्छे खरबूजे देख रहा हूँ. मिथिला नरेश ने सेवकों से छुरी और धाली लाने को कहा तो गोनूछा बोले, क्षमा करें महाराज, हमारे अतिथि ने कहा था कि वर्षों से इतने अच्छे खरबूजे नहीं देखे हैं, इसलिए ये खरबूजे खाने के लिए नहीं बल्कि देखने के लिए है. ये खरबूजे मिट्टी के बने हैं. नरेश सहित सभी दरबारी गोनूछा की चतुराई पर दंग रह गए. गोनूछा की चतुराई पर नरेश के मित्र भी जोर से हंस पड़े और कहा, वाह वाह गोनूछा, समझो हमने खरबूजे देखे ही नहीं बल्कि खा भी लिए. मिथिला नरेश ने गोनूछा को उसकी चतुराई के लिए शाबाशी दी और कहा, गोनूछा तुम सचमुच इस दरबार के अनमोल रत्न हो. तो ये है बाकी कहानी. तो एक और बार मैं ये वाचन करूँगी. ओके, ध्यान से बैठना. 2-3 दिन बीतने पर भी गोनूछा दरबार में नहीं आए. എന്ന് വെച്ചാൽ 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. 2-3 दिन 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും നമ്മുടെ ഗോനൂഛായെ എങ്ങോട്ട് കണ്ടില്ല? ദർബാറിലേക്ക് കണ്ടില്ല, രാജസദസ്സിലേക്ക് കണ്ടില്ല. एक मंत्री ने हंसते हुए कहा, कहीं गोनूछा डर कर राज्य छोड़कर तो नहीं चला गया. അപ്പോൾ പറയാണ് ഒരു മന്ത്രി, അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടും നമ്മുടെ ഗോനൂഛാ തിരികെ വന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു മന്ത്രി പറയുകയുണ്ടായി, ഇനിയിപ്പോൾ നമ്മുടെ ഗോനൂഛാ ഈ ആഗ്രഹം രാജാവ് പറഞ്ഞത് സാധിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പേടിച്ച് ഓടിപ്പോയതാണോ ഈ രാജ്യം വിട്ട് എന്ന് പറഞ്ഞ് അയാൾ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി അടുത്ത പറയാം. एक दिन सुबह के समय मिथिला नरेश अपने मित्र के साथ बाग में टहल रहे थे. तब गोनूछा कई सेवकों के साथ पहुँचे. അപ്പോൾ എന്താ, ഒരു ദിവസം നമ്മുടെ രാജാവ് സുബഹ്ക്കെ സമയം പ്രഭാതത്തിൽ മിഥിലാക്കെ നരേഷ് അപ്പനെ മിത്രക്കെ സാത്ത് തൻ്റെ സ്വന്തം സുഹൃത്തിനോടൊപ്പം എന്ത് ചെയ്തു? ബാഗമേ ടഹൽ രഹേ ഥേ, പൂന്തോട്ടത്തിലൊക്കെ ഇങ്ങനെ ചുറ്റിയടിച്ച് നടക്കുമായിരുന്നു. ടഹൽ എന്ന് വെച്ചാൽ ടഹൽ കാ അർത്ഥ ഹേ ഘൂംന, ഘൂംന എന്ന് വെച്ചാൽ കറങ്ങുക, അതായത് ചുറ്റിയടിച്ച് നടക്കുകയാണ്. അപ്പോഴോ തബ് ഗോനൂഛ കൈ സേവകോ കെ സാത്ത് വഹാ പഹൂഞ്ചേ. അപ്പം നമ്മുടെ ഗോനൂഛ കുറേ സേവകന്മാരൊക്കെ ആയിട്ട് എങ്ങോട്ട് വന്നു? ഈ പൂന്തോട്ടത്തിലേക്ക് വന്നു. അപ്പോഴോ സബ്നെ മിഥിലാ നരേഷ് കോ പ്രണാം കിയ, എല്ലാവരും മിഥിലാ നരേഷിനെ എന്ത് ചെയ്തു? പ്രണാമം ചെയ്തു, നമസ്കരിച്ചു. എന്നിട്ടോ സേവകോനേക്ക് ടോക്കരി ജമീൻ പർ രഖ് ദി, സേവകന്മാർ ഒരു കുട്ട എന്ത് ചെയ്തു? ടോക്കരി സെമീൻ പർ രഖ് ദി, മണ്ണിലേക്ക് ഇറക്കി വെച്ചു, ഒരു കുട്ട മണ്ണിലേക്ക് എടുത്തു വെച്ചു. ഉസ്മേ ഖർബൂജേ ഥേ, അത് നോക്കിയപ്പോൾ അതിൽ എന്തായിരുന്നു? ഖർബൂജയായിരുന്നു, മസ്കമെലൻ ഉണ്ടായിരുന്നു. ഈ ദേഖിക്കർ മിഥിലാ നരേഷ് ഖുഷ് ഹോടെ, ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ മിഥിലയിലെ രാജാവിന് വളരെയധികം സന്തോഷമായി. നരേഷ് കെ മിത്രനെ കഹ, ആജ് വർഷവും ബാദ് ഇതനെ അച്ഛേ ഖർബൂജെ ദേഖ് രഹാ ഹൂം. അപ്പോൾ നരേഷിൻ്റെ സുഹൃത്ത് പറഞ്ഞു, നമ്മുടെ രാജാവിൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ കാണാതിരുന്ന ഒരു ഫലമാണ് ഈ മസ്ക് മെലൺ, ഇപ്പോൾ കണ്ടതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്.
അതായത് അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മസ്ക് മെലൻ കാണുന്നത്. मिथिला नरेश ने सेवकों से छुरी और धाली लाने को कहा तो गोनूछा बोले, क्षमा करें महाराज, हमारे अदिति ने कहा था कि वर्षों से इतने अच्छे खरबूजे नहीं देखे हैं, इसलिए ये खरबूजे खाने के लिए नहीं बल्कि देखने के लिए है. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? മിഥിലയിലെ രാജാവ് സേവകന്മാരോടായിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു കത്തിയും ഒരു ധാലി എന്ന് വെച്ചാൽ പ്ലേറ്റ്, വലിയ പാത്രം, ഒരു പാത്രവുമായിട്ട് നിങ്ങൾ വരൂ. എന്തിനാണ് കത്തിയും പാത്രവും എന്തിനാ? അതായത് ആ ഫ്രൂട്ട് മുറിച്ച് അപ്പം തന്നെ സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാജാവ് വളരെയധികം സന്തോഷവാനാണ്. ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവിടെ ഗോനൂച്ച പറയുകയുണ്ടായി. എന്താ പറഞ്ഞത്? ക്ഷമാ കരേ മഹാരാജ്, എന്നോട് ക്ഷമിക്കൂ മഹാരാജാവേ. എന്താ കാര്യം? അപ്പം അദ്ദേഹം എന്തോ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ ക്ഷമ ചോദിക്കണോ? ഇല്ലല്ലോ. അപ്പം എന്തായിരിക്കും ചെയ്ത തെറ്റ്? നമുക്ക് നോക്കാം. ക്ഷമാ കരേ മഹാരാജ്, हमारे अतिथि ने कहा था कि वर्षों से इतने अच्छे खरबूजे नहीं देखे हैं. അപ്പോൾ എൻ്റെ സുഹൃത്ത് രാജാവ്, അങ്ങയുടെ സുഹൃത്ത് എന്താ പറഞ്ഞത്? ഇത്ര വർഷത്തിനിടയ്ക്ക് ഒരു ഖർബൂജ കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തിന് കാണണമെന്നേ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് കാണണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെയാണല്ലോ പറഞ്ഞത്, കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഈ ഖർബൂജെ മിട്ടി കെ ബനെ ഹേ, ഈ ഖർബൂജ എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? മണ്ണ് വെച്ച് ഉണ്ടാക്കിയതാണ്. അത് യഥാർത്ഥ ഖർബൂജ അല്ല, പിന്നെയോ മണ്ണ് വെച്ചുണ്ടാക്കിയ ഒരു ഖർബൂജയാണ്. അതുകൊണ്ട് ഇതെന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഖർബൂജെ ഖാനേ കേ ലിയേ നഹീ, ഇത് കഴിക്കാൻ പറ്റില്ല. മണ്ണ് ആരെങ്കിലും കഴിക്കൂ അല്ലേ? മണ്ണ് വെച്ചുണ്ടാക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റൂല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് കാണുമെന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചാൽ പോരെ. അപ്പം നമ്മുടെ ബുദ്ധിമാനായിട്ടുള്ള ഗോനൂച്ച എന്താ ചെയ്തത്? മണ്ണ് വെച്ചിട്ട് ഒരു ഖർബൂജ ഉണ്ടാക്കി അതിന് മുകളിൽ പെയിൻ്റ് ഒക്കെ ചെയ്തു. ഖർബൂജയുടെ അതേ ചായം പൂശിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ കാഴ്ചയിൽ അതൊരു മസ്ക് മെലൺ തന്നെയാണ്. അത് മുറിച്ച് നോക്കുമ്പോഴല്ലേ അറിയുന്നുള്ളൂ അത് മണ്ണാണോ അല്ലയോ എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, നരേഷ് സഹിത് സഭി ദർബാരി ഗോനൂച്ച കി ചതുരായി പർ ദെങ്ക് രഹുകയെ. അപ്പോഴത്തേക്കും നമ്മുടെ ഗോനൂച്ച ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രാജാവ് ഉൾപ്പെടെ അവിടെയുള്ള എല്ലാ രാജസദസ്യരും കൂടെ എന്ത് ചെയ്തു? ഗോനൂച്ചയെ വഴക്കു പറയാൻ തുടങ്ങി. നിങ്ങൾ രാജാവിനെ കളിയാക്കുകയാണോ ഈ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ മേൽ ചാടി വീണു. ആക്രോശങ്ങൾ കൊണ്ട് വഴക്കു പറയുകയും മറ്റും ചെയ്യാൻ തുടങ്ങി. गोनूछा की चतुराई पर नरेश के मित्र भी जोर से हंस पड़े और कहा वाह. അപ്പം എന്താ സംഭവിച്ചത്? അപ്പം എല്ലാവരും ഇങ്ങനെ കലാപം സൃഷ്ടിക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ എന്തോ ഒന്ന് സംഭവിച്ചു. എന്താണ്? ഗോനൂച്ച की चतुराई पर नरेश के मित्र भी जोर से हंस पड़े. അപ്പോൾ ഗോനൂച്ചായുടെ ഈ ബുദ്ധി സാമർഥ്യം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്ത് ചെയ്തു? ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അരേ വാഹ്. എന്താ പറഞ്ഞത്? വളരെ നന്നായിട്ടുണ്ട്. വാഹ് ഗോനൂച്ച, സമച്ചോ ഹംനെ ഖർബൂജെ ദേക്കേ ഹി നഹി ബൽക്കി ഖാ ഭീ ലിയേ. അപ്പോൾ നമ്മുടെ ഗോനൂച്ചായനോട് നമ്മുടെ രാജാവിൻ്റെ സുഹൃത്ത് പറയാണ്, അല്ലയോ ഗോനൂച്ച, നിങ്ങൾ ഇങ്ങനെ തന്നെ കരുതിക്കോ, ഞാൻ ഇത് കാണുകയല്ല കഴിക്കുക കൂടി ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അർത്ഥമാക്കിക്കോളൂ എന്ന് പറഞ്ഞു. മിഥില നരേഷിനെ ഗോനൂച്ചാക്കോ ഉസ്കി ചതുരായി കേലിയെ ശബാശി ദി. അപ്പോൾ ഇത് കണ്ട് എന്ത് ചെയ്തു? നമ്മുടെ മിഥിലയിലെ രാജാവിൻ്റെ സുഹൃത്ത് ചിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും രാജാവിന് സമാധാനമായി. അപ്പോൾ രാജാവ് പറഞ്ഞു, അല്ലയോ ഗോനൂച്ച, നിങ്ങൾ ചെയ്ത ഈ കാര്യം മഹാകാര്യം തന്നെ. ഇത് വളരെയധികം നിങ്ങളുടെ ബുദ്ധി സാമർഥ്യം നിങ്ങളിവിടെ പ്രയോഗിച്ചിരിക്കുന്നു. ഗോനൂച്ച, തും സച്ച്മുച്ച് ഇസ് ദർബാർ കെ അൻമോൾ രത്ന ഹോ. ഗോനൂച്ച, നിങ്ങൾ ഈ സദസ്സിലെ, ഈ രാജസദസ്സിലെ എന്താണ്? രത്നമാണ്. യഥാർത്ഥത്തിൽ വിലമതിക്കാനാവാത്ത രത്നമാണ്. അതായത് ഈ ചെറിയ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലേ? അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധി പ്രയോഗിച്ചപ്പോഴാണല്ലോ അങ്ങനെ സംഭവം ഉണ്ടായത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും ഗ്രാമങ്ങളിലും ചന്തകളിലും ഒക്കെ പോയി മസ്ക് മെലൺ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോയി. പക്ഷെ എങ്ങും കിട്ടിയില്ല അല്ലേ? പക്ഷെ ആർക്ക് കിട്ടി? പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോനൂച്ചാൻ അങ്ങനെ ഒരു ഉപായം തോന്നി. എന്ത്? മണ്ണ് വെച്ച് ഉണ്ടാക്കിയിട്ട് അതിലെന്ത് ചെയ്യാം? പെയിൻറ് ചെയ്യാം. അപ്പോൾ അതെന്താ? മസ്ക് മെലൺ പോലെ തന്നെ കാണുമല്ലോ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി സാമർഥ്യത്തിന് നമ്മുടെ രാജാവ് അദ്ദേഹത്തിന് ശബാശി കൊടുത്തു. വളരെ നന്നായിട്ടുണ്ട് ഗോനൂച്ച നിങ്ങൾ. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ രാജസദസ്സിലെ വിലമതിക്കാനാകാത്ത രത്നമാണ്, മുത്താണ് എന്ന് പറഞ്ഞു. അതായത് രത്നത്തോട് വരെ അദ്ദേഹത്തെ ഉപമിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നുകൂടി ഞാൻ ഇതിൻ്റെ ഹിന്ദിയിലേക്ക് വായിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. 2-3 दिन बीतने पर भी गोनूछा दरबार में नहीं आए. एक मंत्री ने हंसते हुए कहा, कहीं गोनूछा डरकर राज्य छोड़कर तो नहीं चला गया. एक दिन सुबह के समय मिथिला नरेश अपने मित्र के साथ बाग में टहल रहे थे. तब गोनूछा कई सेवकों के साथ पहुँचे. सबने मिथिला नरेश को प्रणाम किया. सेवकों ने एक टोकरी जमीन पर रख दी. उसमें खरबूजे थे. ये देखकर मिथिला नरेश खुश हो उठे. नरेश के मित्र ने कहा, आज वर्षों बाद इतने अच्छे खरबूजे देख रहा हूँ. मिथिला नरेश ने सेवकों से छुरी और थाली लाने को कहा तो गोनूछा बोले, क्षमा करें महाराज, हमारे अतिथि ने कहा था कि वर्षों से इतने अच्छे खरबूजे नहीं देखे हैं, इसलिए ये खरबूजे खाने के लिए नहीं बल्कि देखने के लिए है. ये खरबूजे मिट्टी के बने हैं. नरेश सहित सभी दरबारी गोनूछा की चतुराई पर दंग रह गए. गोनूछा की चतुराई पर नरेश के मित्र भी जोर से हंस पड़े और कहा, वाह गोनूछा, समझो हमने खरबूजे देखे ही नहीं बल्कि खा भी लिए. मिथिला नरेश ने गोनूछा को उसकी चतुराई के लिए शाबाशी दी और कहा, गोनूछा तुम सचमुच इस दरबार के अनमोल रत्न हो. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഈ സ്റ്റോറി ഇതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പുതിയ പദങ്ങളുടെ അർത്ഥം ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരുന്നതാണ്. അപ്പോൾ നല്ലപോലെ സ്റ്റോറി വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.